ഹലോ, ഇന്ന് നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതൊന്ന് ആദ്യം ചതച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു നുള്ള് ജീരകം, ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2 പച്ചമുളക് ചതച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതാക്കണ്ട കോവയ്ക്ക ഇതേപോലെ നീളത്തിൽ കുറച്ച് വണ്ണത്തിലാണ് കേട്ടോ നുറുക്കിയെടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് അത്രേ വേണ്ടൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ കഷ്ണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒരുപാട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കും ആ മല്ലിയില മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരെ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കപ്പിന് കട്ടിയുള്ള തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതുകൂടി ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കരുത്. ആ ഒരു ചൂടിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന്, അതായത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വൈറ്റ് റൈസിൻ്റെ കൂടെ അതേപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്